ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യയുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പ്രഭാവതി ശരത്തിന്റെ അടുത്ത് വന്ന് ശരത്തിനെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ആവുണ്ട് ആത്മാവിന് ശാന്തി കിട്ടാതെ ഒരിക്കലും ആത്മാവ് തിരിച്ചു പോവില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രഭാവതി പോയി കഴിഞ്ഞ ശേഷം ശരത്ത് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സുധിയുടെ ആത്മാവ് നിൽക്കുന്നത് പോലെ ശരത്തിന് അങ്ങ് തോന്നുകയാണ്. അതോടുകൂടി ശരത്ത് അങ്ങ് പേടിച്ചു പോവാണ്. അമ്മ പറഞ്ഞതുപോലെ ആത്മാവ് ഉണ്ടാവുമോ എന്നുള്ള പേടിയിലിട്ടോ. പിന്നീട് ദേവിക തളർന്നിരിക്കുകയാണ് നിത്യയെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ദേവികയ്ക്ക് ഏട്ടത്തി എന്ന് പറഞ്ഞ് നിത്യ വിളിക്കുന്നത് പോലെ തോന്നുകയാണ്. അങ്ങനെ ദേവിക പെട്ടെന്ന് നിത്യയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ പ്രിയ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പ്രിയയ്ക്ക് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയ വീണ്ടും ഉറക്കത്തിൽ സംസാരിക്കുകയാണ്. ഏട്ടത്തി ഒറ്റയ്ക്കല്ല, ഏട്ടത്തിയോടൊപ്പം ഞാനുണ്ട് എന്ന് നിത്യ പറയുന്നത് പോലെ തന്നെ പ്രിയ സംസാരിക്കുന്നത് ദേവികയ്ക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ദേവിക നിത്യയെ സംസ്കാരം ചെയ്ത ആ ഭാഗത്തേക്കിങ്ങനെ ജനൽ വഴി നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ നിത്യയുടെ രൂപം നിൽക്കുന്നത് പോലെ ദേവികയ്ക്ക് തോന്നുകയാണ്. എന്നിട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്ന അതുപോലെ ദേവികയ്ക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ദേവിക ഒച്ചയെടുത്തോണ്ട് മോളെ, നിത്യമോളെ എന്ന് പറഞ്ഞ് ഉറക്കെ അങ്ങ് വിളിച്ചു പോവുകയാണ്. അതോടുകൂടി പ്രിയ പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിത്യയുടെ രൂപം ഇല്ലാതാവുകയാണ്. അപ്പോൾ പ്രിയയുടെ ദേഹത്തേക്കാണ് പ്രിയയുടെ ആത്മാവ് കയറിയിട്ടുള്ളതായി പ്രിയയുടെ ഭാവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. പിറ്റേ ദിവസം രാവിലെ ശരത്താണെങ്കിലോ പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്, പനി പിടിച്ച്. അപ്പോൾ പ്രഭാവതി ചെല്ലുകയാണ്. എന്നിട്ട് പ്രഭാവതി ശരത്തിനോട് ചോദിക്കുകയാണ്, എന്തിനാണാവോ നീ ഇങ്ങനെ പേടിക്കുന്നത്? ആത്മാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരുടെ അടുത്തേക്കല്ലേ വരിക എന്നല്ലേ അമ്മ പറഞ്ഞത്? നിത്യയ്ക്ക് എന്നെ നല്ല ഇഷ്ടമായിരുന്നു. എന്തിനായിരുന്നു ശരത്തെ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ നിത്യയുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അവൾക്ക് നിന്നെ അറപ്പും വെറുപ്പുമാണ്. എന്നോട് അവൾ അത് സംസാരിച്ചതാണ്. അത് നിത്യയെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആർക്ക്? നിനക്കോ? എന്തിനാടാ നീ എന്നോട് തന്നെ ഈ നുണ പറയുന്നത്? മാവിന് സാധിക്കാത്തത് ഒന്നും തന്നെയില്ല. അവരെ ഉപദ്രവിച്ചവരെ അവർ വെറുതെ വിടുകയുമില്ല, അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശരത്ത് പറയണ, അമ്മ വെറുതെ ഓരോന്ന് പറയണം. പിന്നെ ആത്മാവിന് ഇപ്പോൾ സാധിക്കാൻ പോകുന്നു. അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിനക്ക് എന്തറിയാം ആത്മാവിനെ കുറിച്ച്? ഞാൻ എന്നോടൊരു രഹസ്യം പറയട്ടെ. എന്താ അമ്മേ? ഇന്നലെ എൻ്റെ അടുത്തേക്ക് നിത്യം വന്നിരുന്നു. എന്താ അമ്മ പറഞ്ഞത് എന്നും പറഞ്ഞ് ശരത്തങ്ങ് ഞെട്ടിപ്പോവാണ്. എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു നിത്യ, എൻ്റെ സ്വപ്നത്തിൽ. ഓ, സ്വപ്നമായിരുന്നോ? സ്വപ്നമാണോ അതോ എൻ്റെ അടുത്ത് ശരിക്കും വന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിത്യ എല്ലാം കലക്കി മറിച്ചിട്ടാണ് ഈ ഭൂമി വിട്ടു പോവൂ എന്ന് ഉറപ്പാണ്. ജീവിച്ചിരിക്കുന്ന നിത്യയെക്കാളും അപകടകാരിയായിരിക്കും ആത്മാവായിട്ടുള്ള നിത്യ. അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണെങ്കിലും അവരെ വെറുതെ വിടുകയും ഇല്ല എന്നും പറഞ്ഞാണ് പ്രഭാവതി ഒന്ന് പേടിപ്പിച്ച ശേഷം, ശരത്തിനെ നന്നായി ഒന്ന് പേടിപ്പിച്ച ശേഷമാണ് പ്രഭാവതി പോകുന്നത്. പിന്നീട് മനോഹരൻ നിത്യയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പാർവതി വരികയാണ്. എന്നിട്ട് മനോഹരനെ കണ്ട ഉടനെ തന്നെ പാർവതി അങ്ങ് പൊട്ടിക്കരയുകയാണ്. നമ്മുടെ നിത്യമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മനോഹരൻ ആശ്വസിപ്പിക്കുകയാണ് പാർവതിയെ. നീ ഇങ്ങനെ സങ്കടപ്പെടരുത്, നീ ഇങ്ങനെ വിഷമിച്ചാൽ നമ്മുടെ നിത്യമോളാണ് തോറ്റു പോകുന്നത്. മനോഹരേട്ട, നിത്യമോൾ ഇങ്ങനെ ചെയ്തത് നീ വിശ്വസിക്കുന്നുണ്ടോ? പാർവതി നിത്യമോൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന്. അപ്പോൾ മനോഹരേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? നിത്യമോളോട് ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നീയും എന്നോടൊപ്പം നിൽക്കണം. എനിക്കൊരു കൂട്ടായി, എനിക്കൊരു ബലമായി. മനോഹരേട്ട, എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. നമ്മുടെ രണ്ട് മക്കളും നമ്മളെ വിട്ടുപോയി. അപ്പോൾ മനോഹരൻ പറയണ, അമ്മയുടെയും അച്ഛൻ്റെയും ഏറ്റവും വലിയ ശാപം അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നതാണ്. അത് അവർക്ക് ജീവിതകാലം മുഴുവൻ സങ്കടം ഒരിക്കലും മാറുകയുമില്ല. എൻ്റെ സുതിമൻ പോയ ഉടനെ തന്നെ എനിക്ക് ജീവിതം മടുത്തതാണ്. പിന്നെ നിത്യമോൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇനി നിത്യമോളോട് ആരാണ് ഈ ക്രൂരത ചെയ്തതെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് അവന് നല്ല ശിക്ഷ കൊടുക്കണം. നിത്യമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ കിടപ്പിലായതുകൊണ്ടാണെന്നുള്ള കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ നിത്യമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്തായാലും പാർവതി, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ ഇങ്ങനെ കരയരുത്. അപ്പോൾ നമ്മുടെ നിത്യമോളാണ് തോറ്റുപോകുന്നത്. അതുകൊണ്ട് നീ എന്നോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പാർവതിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പാർവതി കണ്ണുനീർ തുടച്ച ശേഷം അകത്ത് പോവുകയാണ്. അങ്ങനെ മനോഹരൻ ഈ നിത്യയോട് ചെയ്തത്, ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു ഭാവത്തിലിരിക്കുകയാണ്. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിൽ നിന്നും ചന്ദ്ര ദേവികനെ കാണാൻ വേണ്ടി വരാൻ നിൽക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും പറയാണ്, നീ ഇപ്പോൾ അവിടേക്ക് പോവണ്ട. അതെന്താ, ഞാൻ പോയാൽ മോൻ്റെ തോന്നിവാസം ഞാൻ കണ്ടുപിടിക്കും എന്ന് കരുതിയിട്ടാണോ? മോനിപ്പോൾ ഈ ഒരു അവസരം മുതലാക്കി ഇപ്പോൾ അവിടെ തന്നെയല്ലേ? എന്തായാലും
ഞാൻ അവിടേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് തടയാനൊന്നും കഴിയില്ല. നിന്നോടല്ലേ പറഞ്ഞത് അവിടേക്ക് പോവേണ്ട എന്ന്. എന്താ മോനും പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ഞാൻ അവിടേക്ക് പോകുന്നത് തടയണം എന്നുള്ളത്. എങ്കിൽ അത് നടക്കില്ല. അപ്പോൾ നീ അവിടെ പോയി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അതൊരു മരണം നടന്ന വീടാണ്. അതൊക്കെ എനിക്കറിയാം. മോൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും എനിക്കറിയാം. പക്ഷേ ഒരിക്കലും മോന് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഡിവോഴ്സ് ആയാലല്ലേ മറ്റവളെ വിവാഹം കഴിക്കാൻ പറ്റൂ. അതെന്തായാലും നടക്കാനും പോകുന്നില്ല. എന്നെ തടഞ്ഞാലും ഞാൻ നിൽക്കാനും പോകുന്നില്ല. ഞാൻ അവിടേക്ക് പോകുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ രംഗം പെട്ടെന്ന് തന്നെ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച് ചന്ദ്ര അവിടേക്ക് വരുന്നുണ്ട്, പ്രശ്നമുണ്ടാക്കാനാണ്, അവളോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം ദേവികയുടെ അടുത്തേക്ക് സിദ്ധു ചെല്ലാണ്. അപ്പോൾ ദേവികയാണെങ്കിലോ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ആശ്വസിപ്പിക്കുകയാണ്, ദേവിക നീ ഇങ്ങനെ തളർന്നു പോയാൽ ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താവും? ഈ വീട്ടിലുള്ളവർ എല്ലാവരും തളർന്നു പോവില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക. അപ്പോൾ ദേവിക പറയണ, നിത്യ എന്തുകൊണ്ടായിരിക്കും എന്നോട് പറയാതെ പോയിട്ടുണ്ടാവുക? എന്തായിരിക്കും ഇതുവരെയും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? എന്ത് കാരണമായിരിക്കും? അപ്പോൾ സിദ്ധു പറയണ, എന്ത് കാരണമാണെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കും, നീ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ദേവികയെ ആശ്വസിപ്പിക്കാണ്ട്. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര അവിടേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്ര പറയണം, നിങ്ങളിപ്പോൾ ഈ അവസരം നന്നായിട്ട് തന്നെ മുതലാക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് മോശമായി സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയണേ, നിന്നോട് ആരാടി ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? അതെന്താ നിങ്ങളുടെ ഈ തോന്നിവാസം ഞാൻ കാണുമെന്ന് കരുതിയിട്ടാണ്, രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത അവസ്ഥയിൽ കണ്ടു എന്ന് കരുതിയിട്ടാണ്. നിനക്കിപ്പോൾ എന്താടി വേണ്ടത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കങ്ങനെ പലതും വേണം, അതൊക്കെ സിദ്ധുവിന് തരാനും കഴിയും. പക്ഷേ അതൊന്നും തരില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്. സിദ്ധുവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും എനിക്കറിയാം. എന്തായാലും അതൊന്നും നടക്കാനും പോകുന്നില്ല. നിന്നോടാണ് പറഞ്ഞത്, ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കും. ഇറക്കി വിടാൻ സിദ്ധുവിന് നല്ല തിടുക്കമാണല്ലോ. എനിക്കറിയാം സിദ്ധുവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ എന്നും പറഞ്ഞ് നടക്കട്ടെ, കാമുകൻ്റെയും കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ചന്ദ്ര പിന്നെ നേരെ മുത്തശ്ശിയും പാർവതി അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവരെ എരിപിരി കയറ്റാനാണ് കേട്ടോ പോകുന്നത്. സിദ്ധുവിനെയും ദേവികയെയും കുറിച്ച് കുറച്ച് മോശമായിട്ട് അവരെ പറഞ്ഞ് അവരുടെ പിരി അളക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെല്ലുന്നത്. ഒക്കെ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ കണ്ടില്ലേ, കാമുകിയും കാമുകനും കൂടി ഉല്ലസിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യമാണ് വരുന്നത്. നിത്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇവരുടെ ഈ തോന്നിവാസം ഒന്നും തന്നെ നടക്കില്ലായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞാൻ അവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഞാൻ അത് ചോദ്യം ചെയ്തതിന് എന്നോട് ഇവിടെ നിന്നും ഇറങ്ങി പോവാനാണ് പറയുന്നത്. ഞാനിവിടെ ഉണ്ടെങ്കിൽ അവരുടെ തോന്നിയാസം ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളോട് യാത്ര പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ പാർവതി പറയണേ, നീ എവിടേക്കും പോകുന്നില്ല, നീ ഇവിടെ ഇരുന്നോ. അവർ ചോദിച്ചാലേ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മുത്തശ്ശി പറയണ, പാർവതി എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ഒരു അവസ്ഥയിലും ഇവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പാർവതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശി ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ പാർവതിയെ ചന്ദ്ര എരിപിരി കയറ്റി സംസാരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ.